ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വ്യാഴാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. വ്യാഴാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വീഡിയോസൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. എനിക്ക് തീരെ വയ്യാത്തൊരു ദിവസമായിരുന്നു വ്യാഴാഴ്ച. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിലും എനിക്ക് വയ്യാണ്ട് തന്നെയാണുള്ളത്. എന്താണെന്ന് വെച്ചാൽ പനിയുണ്ടോയെന്ന് വെച്ചാൽ പനി ഇല്ലാന്താനും, പക്ഷേങ്കിൽ തടിക്ക് തീരെ വയ്യ. ക്ഷീണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ക്ഷീണം, കിടന്ന് എണീക്കാൻ പറ്റാത്തത്ര ക്ഷീണമുണ്ട്. പക്ഷേ അങ്ങനെ കിടക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട്. ഒരു 9 മണിക്കാണ് ഞാൻ എണീറ്റ് വന്നത് തന്നെ. പിന്നെ രാവിലെ 4:30 മണിക്ക് ഉറക്കം കിട്ടാണ്ട് അങ്ങനെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇങ്ങനെ കിടന്ന് തെരഞ്ഞിട്ടൊക്കെ 9 മണി വരെ അങ്ങനെ ആക്കി. പിന്നെ ഓർഡർ ഏറ്റെടുത്തത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ വന്ന് ഒരു ഗ്ലാസ് ചായയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇതാ വീണ്ടും കുറച്ച് സമയം ഇരുന്നതിനൊക്കെ ശേഷമാണ് ഞാൻ പണി സ്റ്റാർട്ട് ചെയ്തത്. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് പണി സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് തന്നെ ഞാൻ കേക്കിനൊക്കെ കുഴച്ച് വെക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കേക്ക്, കാജ, പിരിയട, പരിപ്പിൻ്റെ പിരിയട ഇതൊക്കെയാണ് ഉണ്ടാക്കാനുണ്ടായത്. അപ്പോൾ തേങ്ങ ഒക്കെ അനിയത്തി തന്നെ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രൈൻഡറിലായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ പരിപ്പ് പിരിയടൻ്റെ മസാല ഒക്കെ അവൾ റെഡിയാക്കി എടുക്കും. ഞാൻ കേക്കിനൊക്കെ കുഴച്ചെടുക്കുന്നു. കേക്കിൻ്റെ ഇതൊന്നും അവൾ കുഴക്കൂല, ഞാൻ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ ഫസ്റ്റ് തന്നെ കുഴച്ച് വെക്കുകയെന്ന്. ഒന്നും തീരെ ഉഷാറില്ലെങ്കിലും പിന്നെ കിടന്നാൽ പിന്നെ അങ്ങനെ തീരെ വയ്യാണ്ടാവുന്നില്ലോണ്ട് കുറേശ്ശെ ഇങ്ങനെ പണിയെടുത്ത് പിന്നെ വൈകുന്നേരം ഒരു 2 മണിയാകുമ്പോൾ കൊടുക്കാൻ പറഞ്ഞ സാധനമാണ്. പക്ഷേ 2 മണിയാകുമ്പോൾ ഒന്നും സാധനം ആയിട്ടുണ്ടായിട്ടില്ല. കാരണം ഒന്നാമത് തന്നെ എനിക്കൊന്നും സ്പീഡിൽ പണിയെടുക്കാനോ ഒന്നും കഴിയുന്നില്ല. ഇപ്പോൾ കഴിയാതിരുന്നിട്ടും ഇന്ന് തന്നെ ഈ വീഡിയോ എഡിറ്റ് ആക്കുന്ന വോയിസ് ഓവറെല്ലാം കൊടുക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഇടുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച് ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഇന്നലെ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിട്ട് ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ തന്നെ കിടന്ന് ഗുളികയൊക്കെ കഴിച്ചിട്ട് അതുകൊണ്ട് പിന്നെ ഇന്ന് എന്തായാലും വോയിസ് ഓവർ കൊടുക്കണം എന്നുള്ള ആൾക്ക് ഞാൻ ഇന്ന് തന്നെ വോയിസ് ഓവർ കൊടുക്കാൻ നിന്നതാണ്. പിന്നെ ഇതാ ഞാൻ കേക്കിനൊക്കെ കുഴച്ച് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കാജയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മൈദ കുഴച്ചെടുക്കുന്നത്. പിന്നെ 2 കിലോ കാജയെ വേണ്ടു, അപ്പോൾ കുറച്ച് കുഴച്ചെടുക്കാനുള്ളൂ. അങ്ങനെ ഞാൻ കാജക്കൊക്കെ പരത്തി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ അനിയത്തി മറ്റേ പിരിയടക്കില്ല മാവും കുഴച്ചെടുത്ത ഒരു ഭാഗത്ത് നിന്ന് അവൾ അതും പരത്തി അതിനൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് പരത്തിയിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു, നീ പോയിട്ട് തീ പറ്റിച്ചോ, ഞാൻ ഇതൊക്കെ മുറിച്ച് തരാം, ബാക്കി പിരിയഡൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം, അത് അപ്പോൾ നീ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതും റെഡിയായി കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ അപ്പോഴേ സ്പീഡാകും. ഇല്ലെങ്കിൽ ഇനിയും ഒരുപാട് ലേറ്റ് ആകുന്നില്ലതുകൊണ്ട് ഈ ഓർഡറൊക്കെ കൊടുത്തിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റലിലും പോകാൻ വേണ്ടിയിട്ട്. ടോക്കണൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം 5 മണിക്കേക്കാണ് ടോക്കൺ കിട്ടിയത്. ആ ടൈം ആകുമ്പോൾ പണിയൊക്കെ തീർത്തിട്ട് വേഗം ഹോസ്പിറ്റലിലേക്കും പോകണം. പിന്നെ എല്ലാം 3/4 പണിയും അനിയത്തി തന്നെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ പിന്നെ എന്നെ കൊണ്ടാവും പോലെ ഞാനും ചെയ്തെടുത്തിട്ടുണ്ട്. കുറേയൊക്കെ ചെയ്ത് പിന്നെ അവളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അവൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി കാജയൊക്കെ. പിന്നെ ഞാൻ ബാക്കി പിരിയഡൊക്കെ അവിടെ നിന്നിട്ട് മെല്ലെ ഓരോന്നും ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് വന്ന ഓർഡറൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്ത് അങ്ങനെ കഴിയാണ്ട് ഇവിടെ കിടന്ന് തിരയുമ്പോഴാണ് പുറത്തുനിന്ന് കോളിംഗ് ബെല്ല് കേട്ടത്. ആരും ഉണ്ടായിട്ടില്ല, ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പോയി നോക്കുമ്പോൾക്ക് ഒരു സ്ത്രീയാണ് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ തൃക്കരിപ്പൂർ ബീർശ്ശേരി മറ്റുള്ളവരാന്ന് തോന്നുന്നു. പിന്നെ അവർ റിക്ഷയൊക്കെ ആക്കിയിട്ട് വന്നതാണ്. ഞാൻ ചോദിച്ചു ഇങ്ങോട്ട് എവിടെയാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയതാണെന്ന് പറഞ്ഞു. അവരോട് ഞാൻ കയറിയിരിക്കാൻ പറഞ്ഞു. അവരുള്ളിലേക്ക് കയറിയിരുന്ന് പാവം ഒരുപാട് സങ്കടങ്ങളുണ്ട് ആ മുഖത്ത്. ആ കണ്ണിൽ കാണുമ്പം തന്നെ അതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. കാരണം അവരെ 27.5 പവന് ആരോ പിന്നെ ഇവരെ പറ്റിച്ചിട്ട് മുങ്ങിക്കളഞ്ഞിട്ടില്ലതെന്ന് പറഞ്ഞത് അതിൻ്റെ കേസ് കൊടുക്കാനും കാര്യത്തിനൊക്കെ വന്ന് അന്നേ കൊടുത്തിന്. എന്നിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനക്കവും ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ ഇപ്പോഴും പോകുമ്പോൾ അവർക്ക് വലിയ കുലുക്കൊന്നുമില്ല. പിന്നെ അത് കോടതിയിലാന്ന് പോകേണ്ടത് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവരതിന് ഒരു ഇതോ ആക്ഷൻ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പാവം അത് ആര് തന്നെയായാലും അവർ ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിക്കും. കാരണം എന്ന് വെച്ചാൽ ഒരു ആൾക്കാർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഇതും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ഒരാളെ സാധനം അവരെ കയ്യിൽ നിന്ന് കൈവശപ്പെടുത്തണമെങ്കിൽ അതിന് വല്ലാത്തൊരു കഴിവ് തന്നെ വേണം. അവർ അതൊക്കെ വാങ്ങിയിട്ട് ഇപ്പം അടിപൊളിയായിട്ട് ഫ്ലാറ്റിൽ ബാംഗ്ലൂരൊക്കെ ജീവിക്കുന്നതെന്നാണ് പറഞ്ഞത്.
ആരായാലും അത് കൊടുക്കാൻ ശ്രമിക്കുക. ഒരാളെ ഹക്ക് അത് ഹക്ക് തന്നെയാണ്. നാളെ ഇന്ന് നിങ്ങൾ അവരെ മുമ്പിലും ദുനിയാവിലും രക്ഷപ്പെടുമായിരിക്കും, പക്ഷേങ്കിൽ നാളെ അള്ളാൻ്റെ കോടതിയിൽ അതിന് മറുപടി പറയേണ്ടി തന്നെ വരും. അത് കാരണമായിരിക്കും നിങ്ങൾ നാളെ അവിടെ നരകത്തിൽ വീഴുന്നതും. പിന്നെ ഈ ദുനിയാവെന്ന് തന്നെ ചില ആൾക്ക് അവരെ കണ്ണീര് കണ്ടാൽ ഈ ദുനിയാവെന്ന് തന്നെ അവരനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവർ മാത്രമല്ല, ഒരുപാട് ആൾക്കാരതൊക്കെ അവർ അങ്ങനെ ആക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു 1000-1400 ആൾക്കാർ അതുണ്ട് എന്നാണ് പറഞ്ഞത്. ഓരോരുത്തരും എന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീട് കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് വരുമ്പോൾ ആ സ്ത്രീ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. റിക്ഷക്കാരനോട് പറഞ്ഞിട്ട് കറക്റ്റ് എൻ്റെ വീട്ടിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എൻ്റെ വീഡിയോ അത്രക്കും വാച്ച് ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ വീട്ടിലേക്കുള്ള വഴി പോലും അവർക്ക് അത്ര കറക്റ്റായിട്ട് കിട്ടുന്നത്. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ കാണാൻ വന്നതിലും. എൻ്റെ വീഡിയോ എപ്പോഴും കാണുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരെ മുഖം കണ്ടപ്പോൾ തന്നെ ഒരുപാട് സങ്കടം തോന്നി. പിന്നെ അവരെ എല്ലാ കാര്യങ്ങളും റെഡി ആവട്ടെ എത്രയും പെട്ടെന്ന്. ഇപ്പോഴത്തെ കോടതിയും നിയമം ഒക്കെ കണക്ക് തന്നെയാണ്. കാരണം ആർക്കും ഒരു നീതിയോ കാര്യങ്ങളോ ഒന്നും കിട്ടൂല. പിന്നെ കള്ളന്മാരും ഇതുവരെയൊക്കെ രക്ഷപ്പെടുന്ന ഒരു കാലമാണ്. അപ്പോൾ നമ്മളെ തന്നെ സ്വയം രക്ഷിക്കുക. ഒരു ഇതിലും കെണിയിലും പെടാണ്ട് നമ്മൾ മാക്സിമം സൂക്ഷിക്കുക. അത്രയേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ. പിന്നെ ഇതാ അങ്ങനെ കാജിയും ഒക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പിരിയഡ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ. അതിൻ്റെ ഇടയിൽ തന്നെ നല്ല മഴ വന്നു. ഉച്ചവരെ നല്ല വെയിലൊക്കെ ആയിരുന്നു. അതിനുശേഷം ഇതാ നല്ല അടിപൊളി മഴയും കൂടി വന്നിട്ടുണ്ട്. മഴ പെയ്താലൊക്കെ അടുപ്പൊക്കെ കത്തിക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ പിരിയഡൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ കേക്കും ചുട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ വിളിച്ചിട്ടൊന്നുമില്ല. ഓർഡർ തന്നവർ ഉച്ചയ്ക്ക് വേണമെന്ന് പറഞ്ഞെങ്കിലും വിളിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ കേക്കിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്ത്. മഴയും ഒരു ഭാഗത്ത് നല്ല തകൃതിയായിട്ട് പെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് ഇതാ നല്ല ചൂടുകൊള്ളുന്നുണ്ട്. ഈ പണിക്കൊന്നും ഞാൻ നിന്നിട്ടില്ല കേട്ടോ. അനിയത്തി നിന്ന് പകുതി ഫ്രൈ ചെയ്ത് പിന്നെ അവൾക്ക് നിസ്കരിക്കാനും കാര്യത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. വയ്യാതാണെങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കാം, ബാക്കി നീ പോയിക്കോ. പിന്നെ എനിക്കിത് കഴിഞ്ഞിട്ട് വേണം ഹോസ്പിറ്റലിലെ കോളേയും കൂട്ടിയിട്ട് പോകാൻ. അപ്പോൾ ഇത് വേഗം ചെയ്തെടുത്താലേലും പറ്റും. അങ്ങനെ ഇതാ കേക്കും കാജിയും പിരിയടിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. 2 ആൾക്ക് കൊടുക്കാനുള്ള ഓർഡറാണ് കേട്ടോ ഇത്. അങ്ങനെ അതൊക്കെ റെഡിയായി. ഇനി ഇതൊന്ന് പാക്കാക്കിയിട്ട് അവിടെ വെക്കണം. എന്നിട്ട് മോൻ്റെയും കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ഓരോരുത്തരതും ഞാൻ പാക്കിങ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവൻ്റെയും അത് കൊടുത്തയച്ചതിന് ശേഷം ഞാൻ ഇതാ പയ്യന്നൂർ സഹകരണ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ തന്നെ എൻ്റെ ടോക്കനൊക്കെ വിളിച്ച് അങ്ങ് എത്തിയിട്ടുണ്ട്. അതിന് പിന്നെ അവിടെ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് 5 ആൾ കയറിയിട്ടാലും പിന്നെ കാണിക്കാൻ പറ്റുമോ. അങ്ങനെ അവരെ കാണിച്ച് പിന്നെ ഗുളികയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നേരെ ഗ്രാൻഡ് ഹൈപ്പറിലേക്ക് പോയി. അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച്. എവിടെ പോകാനുള്ള ഒരു മൂഡും ഇല്ല. എനിക്കാണെങ്കിൽ നിൽക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ അവിടെ നിന്ന് പനിയൊക്കെ ടെസ്റ്റ് ചെയ്തിന്. പനിയൊന്നും നോർമൽ എന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ എനിക്ക് നല്ല ചൂടുമുണ്ട്, ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കന്ന് നിൽക്കാൻ പറ്റുന്നില്ല, കഥപ്പും കാര്യങ്ങളും. അപ്പോൾ എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. എന്താണ് എൻ്റെ രോഗം എന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ 2 ദിവസം ഗുളിക തന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ടെസ്റ്റും കാര്യത്തിനൊക്കെ തന്നിട്ടുണ്ട്. ECG കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക, ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാർ പറയും കണ്ണാറായിരിക്കും, കണ്ണാറും ഉണ്ടായിരിക്കും. എന്തായാലും എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ അവിടെയൊക്കെ കയറിയതിന് ശേഷം ഇതാ പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക്. മഗ്‌രിബൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാണ്ടാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തോ ബോറടിക്കുന്നുണ്ടോയെന്നും എനിക്കറിയില്ല. എന്തായാലും എല്ലാവരും ക്ഷമിക്കുക. കാരണം എന്ന് വെച്ചാൽ എൻ്റെ സൗണ്ടും ഒക്കെ മാറിയ പോലെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ഇതാ നല്ല മഴയാണ്. പിന്നെ വെയ്ക്കുന്ന നമ്മൾ കോട്ടൊക്കെ ഇട്ടതിന് ശേഷമാണ് പിന്നെ യാത്ര തുടർന്നത്. അങ്ങനെ ആകാനൊക്കെ മുമ്പൊക്കെ പെരക്കെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാത്തതും ഷെയർ ചെയ്യാത്തതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വ്യാഴാഴ്ച ദിവസത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുത്തതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വ്യാഴാഴ്ചത്തെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരേക്കും ബായ്.